ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം വീഡിയോ ഇന്നലത്തെയൊക്കെ കണ്ടോ? ഇപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ 2-3 ദിവസം കൊണ്ട് നല്ല ബിസിയാട്ടോ. അതുകൊണ്ടാണ് ഇൻട്രോയിൽ പോലും വരാഞ്ഞത്. പിന്നെന്താ ഇപ്പോഴേ സോഷ്യൽ മീഡിയയിലല്ല, യൂട്യൂബ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും എല്ലാം ഇല്ലേ ദീപക്കിൻ്റെ സംഭവം. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു വല്ലാത്ത ഇൻസിഡൻ്റ് ആയിപ്പോയി അതല്ലേ. അപ്പോൾ ആദ്യം ഈ പെങ്കൊച്ച് വീഡിയോ ഇട്ടുണ്ടേ അതും ഞാൻ കണ്ടായിരുന്നു. നമ്മളെല്ലാവരും പൊതുവെ സംശയിക്കും, പക്ഷേ അത് എടുത്ത് ഇങ്ങനെ വീഡിയോ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ടേ ആ പെണ്ണിങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നത് പോലാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം ഇനി ഇത്രയും പബ്ലിക്ക് ഇവൾക്കും എതിരായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇനിയും അവളെന്തോ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. എന്തു വന്നാലും ആ വ്യക്തിയെ പറ്റി, ദീപക്കിനെ പറ്റി പലരും പറയുന്നത് എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ മരിക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ 45,000 രൂപയും ബാങ്കിൽ നിന്ന് എടുത്ത് വിഡ്രോ ചെയ്ത് വീട്ടിൽ വെച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഒരു വല്ലാത്ത ഇൻസിഡൻ്റ് ആയിപ്പോയല്ലേ, എന്താ ചെയ്യാനാ. അപ്പം കുറച്ച് പേര് റീച്ച് കിട്ടാൻ എന്തെല്ലാം ചെയ്യുന്നത്, ചിലർ ഓരോരുത്തരുടെ വീഡിയോകൾ കണ്ടപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, പബ്ലിക്കിന് നല്ല എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നത് ആണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, കൂടുതലും കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ അല്ലാതെ എത്രയോ പേര് വേണ്ടാത്ത വീഡിയോകൾ നമ്മുടെ കൊച്ചുങ്ങൾ കാണുന്ന അതായിരിക്കും, അതൊന്നും മനസ്സിലാക്കാതെ എന്തെല്ലാം വൃത്തികെട്ട ചില വീഡിയോകൾ ഇടുന്നു. അതൊന്നും ഈ മനുഷ്യർക്ക് ഒട്ടും നാണോ ഇല്ലയോ എന്നുള്ള ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് പ്രയോജനമുള്ള കാര്യങ്ങളും ഉണ്ട്, മനുഷ്യർ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതും ഉണ്ട് നമുക്കിടെ ഈ സോഷ്യൽ ഇതിൽ നിന്ന്. അപ്പോൾ ഓരോ സംഭവങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു വല്ലാത്ത ഇൻസിഡൻ്റ് ആയിപ്പോയി. എല്ലാവരും ആ പയ്യനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നത്. അയ്യോ, അമ്മയുടെ കരച്ച് ഒരു കുഞ്ഞും ഉണ്ടെന്ന് പറയുന്നത്, 37 വയസ്സുള്ളൊരു. അയ്യോ, എന്തോ ചെയ്യാനാ. നല്ല അപ്പനെയും അമ്മയും നല്ലതായിട്ട് നോക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ ആയുസ് ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമേ. വീഡിയോ കാണുക, ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അടുത്ത് ആലീസ് പറഞ്ഞായിരുന്നു, ആലീസ് ഫേസ്ബുക്കിൽ വന്ന് കമൻ്റ് ഇട്ടെന്ന്. ഞാനത് കാണുന്നേ ഇല്ല. ആലീസ് ഇട്ടത് മായ എന്നും എല്ലാ വീഡിയോയ്ക്കും വന്നിടുന്നുണ്ട്, പക്ഷെ ആലീസിൻ്റെ എനിക്ക് കണ്ടേ ഇല്ല. ഏത് വീഡിയോയ്ക്കാണെന്നോ എന്തോ, അല്ലെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നേ. അതുപോലെ എന്തുവാ, കഴിഞ്ഞ ദിവസം ഞാനേ ഇല്ല ഇരുമ്പം പുളിയുടെ ഇട്ടണം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ റീച്ചാനോട് പറഞ്ഞ് ഉലുത്താൻ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, എന്തുവാ ഉലുത്താൻ, അതെന്തുവാണ്? നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മരം പിടിച്ച് കുലുക്കത്തില്ലേ, അത് വീഴാനായിട്ട്, അതിനാ നമ്മളുടെ നാട്ടിൽ ഉലുത്താൻ പറയും. എടാ പിടിച്ച് കുലുക്ക് അല്ലെങ്കിൽ ഉലുത്തെന്ന് പറയും. പിന്നെ എന്തുവാ, പിന്നെ പാലക് ചപ്പാത്തിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഞാൻ. പാലക്ക് ഈ റീച്ച വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ പിന്നെന്താ, പിന്നൊന്നുമില്ല. നിങ്ങൾ ആ ചെമ്മീൻ്റെ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ ചെയ്തതുപോലെ അടിപൊളിയാട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി വെക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്ന് രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഡലിയൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുത്തിട്ട് ഇതൊന്നും ബാറ്റർ ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ ഇഡലിയുടെ കൂടെ ഞാനില്ല കഷ്ണങ്ങളില്ലാതെ മത്തങ്ങയും ടൊമാറ്റോയും സവാളയും ഇട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുമല്ലോ, സാമ്പാർ. അതാണ് ഉണ്ടാക്കുന്നത്. അധികം കഷ്ണങ്ങളില്ലാതെ നല്ല കുറിയ ചാറോടുകൂടിയ സാമ്പാർ, ഒരു ഇച്ചിരി മധുരമുള്ള ആ ടൈപ്പ്. ഒട്ടും കഷ്ണങ്ങളില്ലെന്നല്ല, മത്തങ്ങയും ടൊമാറ്റോയും സവാളയും ഉണ്ട്, വേറൊന്നും ഞാൻ ചേർക്കത്തില്ല. അപ്പോൾ ഇഡലിയൊക്കെ റെഡിയായി, അതൊക്കെ ഒന്ന് ഇളക്കിയിടട്ടെ. അപ്പം ഞാൻ ഇങ്ങനെയുള്ളപ്പം ഇപ്പോൾ ഈ 5 മണിക്ക് എണീറ്റ് എനിക്ക് സാമ്പാറൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തലേന്ന് രാത്രിയിലെ അങ്ങ് സാമ്പാർ ഉണ്ടാക്കി വെക്കും.
മത്തങ്ങ ഒരു 1/2 കിലോ വേണ്ടേ. അപ്പോൾ ആ മത്തങ്ങ നല്ല പൊട്ട് പിഞ്ച് മത്തങ്ങയായിരുന്നു ഇത്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ ഈ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ സാമ്പാർ 2 പ്രാവശ്യത്തേക്കിന് കാണും എനിക്ക്. ഞാൻ ഇതിലേക്ക് ഒരു 2 സവാളയും 3 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിലേക്ക് ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് നിറച്ചില്ലേ, ഇന്ന് കഴുകിയെടുക്കട്ടെ. പൊടികളൊന്ന് ചൂടാക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊഴുപ്പ് കിട്ടാൻ ചേർക്കുന്നത് കടലമാവാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ. ഇപ്പം ഞാനിത് ഗ്യാസിലൊന്നുമല്ല വെച്ചേക്കുന്നത്, എന്നിട്ട് ഓണാക്കിയിട്ടില്ല. എന്നിട്ട് ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു 3-4 വിസിൽ അടിച്ചായിരുന്നു അപ്പോഴത്തേക്കിനും അത് വെന്തു. എന്നിട്ട് ഞാനത് തണുത്തതിന് ശേഷം അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇപ്പോൾ രാവിലെയാണ് ഇതെടുത്ത് കടുക് വറുത്തത്. കടുക് വറുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തങ്ങ് ഞാൻ മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയെടുത്താണ് ചൂടാക്കാൻ പോകുന്നത്. അപ്പം കൊച്ചുങ്ങളൊക്കെ പോയി. പോൾമോനിവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഇഡലി സാമ്പാറൊക്കെ റെഡിയായി. ഞാനും കഴിച്ചു. പിന്നെ രാവിലത്തെ ഒരു ബഹളം എല്ലാം കഴിഞ്ഞ്. രാവിലെ ഒരു ഭയങ്കര ബഹളം തന്നെ. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു കറി, അതായത് നമ്മുടെ വലിയ പയറുണ്ടല്ലോ, അതും കൊണ്ടൊരു കറി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തിക്കാകുമ്പോൾ ഇത്തിരി തിക്കായിട്ട് ഉണ്ടാക്കണം. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കണം. അത് ശ്രദ്ധിച്ചാൽ മതിയേ. നമുക്കിന്ന് അതാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇന്നലെ രാത്രിയിലെ വെള്ളത്തിലിട്ടേ കേട്ടോ. എൻ്റെ വെള്ളപ്പയർ ഇതാണ്. ഇത് ഇന്നലെ ഒരു 12 മണിയാണ് ഇട്ടേ, രാത്രി കിടക്കാൻ പോകാൻ നേരം. ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ മതിയേ. ഇതൊരു 1/2 കിലോ ഉണ്ടേ. ഇതിലേക്ക് 2 ബേ ലീഫ്, ഒരു പട്ട, 2 ഏലക്ക, ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുകൊണ്ട് ഇത്രയും. ഒരു 4-5 വിസിലടിച്ചെടുക്കാം. പിന്നെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വിസിലിൽ എത്ര വേവ് എങ്ങനെയാണെന്നുള്ളത് വെച്ച് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കേ. കഞ്ഞിക്ക് വെള്ളം വെച്ചു, കുടിക്കാൻ വെള്ളം വെച്ച്, വാഷിംഗ് നടക്കുന്നു. ഞാനേ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്നോ, പോൾ അവിടെ പാട്ട് ഇട്ടിട്ടുണ്ട്. ബൈ ചാൻസിലെങ്ങാണ് ഇപ്പം യൂട്യൂബ് എന്തോട്ടെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമല്ലേ, കോപ്പിറൈറ്റ് എങ്ങനെ വന്നാലോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് വോയിസ് ഓവർ കൊടുത്തിയാ.
ഞാനപ്പോൾ ചീനച്ചട്ടി വെച്ച് ഇത്തിരി കടുവ് ഇടുന്നുണ്ട്, ഇച്ചിരി ജീരകവും, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2-3 വറ്റൽമുളകൊന്ന് മുറിച്ചിടുന്നുണ്ട്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിലേക്ക് 2 മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതോടിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു എങ്കിലും ഒരു 5-6 അല്ലി വെളുത്തുള്ളി വീണ്ടും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാളയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് വെന്ത്. ഇതിപ്പോൾ നന്നായി വെന്തു എങ്കിലും ഞാൻ ഇതിൽ നിന്ന് ഇച്ചിരി എടുത്തൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നന്നായിട്ട് തവിയും കൊണ്ട് ഉടച്ചാലും മതി. അപ്പോൾ ഞാൻ ബേ ലീഫും പട്ടയൊക്കെ എടുത്തെങ്കിൽ മാറ്റി. അപ്പോൾ ഞാൻ ഇത്ര എടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാട്ടിട്ടിട്ടുണ്ടല്ലേ, അപ്പോൾ പ്രൈസ കയറി വന്നുണ്ട്. ആ പാട്ടിനനുസരിച്ച് ഡാൻസും കളിച്ചുകൊണ്ട് വരിക. ഞാൻ ഈ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുത്തത് പിന്നെ അവൻ കണ്ടത്. മുഖമല്ലാതിരിക്കുന്നേ എന്തോരം ഫ്ലോപ്പായോ സ്കൂളിൽ? ബസ്സിലോ എന്തോ പറ്റിയിട്ടുണ്ടല്ലേ? സത്യം പറയടാ. പിന്നെ മുഖമല്ലാതിരുന്ന എന്താ? അച്ഛാ, അവനവൻ്റെ മക്കളുടെ മുഖഭാവം മാറിയ അമ്മമാർക്ക് മനസ്സിലാവത്തില്ലേ? ഇവന് ഉടുപ്പൊക്കെ ഊരിയിട്ട് അടുക്കളയിൽ വന്നപ്പോൾ ഞാനത് കണ്ടുപിടിച്ചു. വയറിൻ്റെ അവിടെ ഒരു പാട് പോലെ ഒരിത്തിരി ഒന്ന് എന്തോരം തെണുത്ത് കിടക്കുന്നു. അതെന്തുവാടാന്ന് ചോദിച്ചാണെങ്കിൽ ആദ്യം ഒന്നും പറഞ്ഞില്ല. ഈ പിള്ളേർ ബസ്സിൽ ആൻറ്റി ഉണ്ട് നോക്കാൻ, എന്നാലും ഇവന്മാരുടെ ഒരു കളിയുണ്ട്. ഒരു ചെറുക്കനുണ്ട്, എപ്പോഴും ഇവരിങ്ങനെ ചിടായിച്ചു. ഈ ചെറുക്കൻ ഒരു മണ്ണുണ്ണിയാന്നുള്ളതാണ്. ഇവനോട് ഞാൻ പറയടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബസ്സിൽ ആൻറ്റി ഉണ്ട്, ആൻറ്റി അടുത്ത് പറയണം. ഇവൻ ആൻറ്റി അടുത്ത് പറയത്തില്ല. അങ്ങനെ പിന്നെ ഗതികെട്ട് ഞാൻ പിന്നെ റീച്ചാൻ ഫോട്ടോ അയച്ചു കൊടുത്ത്, വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അവൻ്റെ പേരൻസിനും. അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാണ്. ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്തുനിന്ന് നീ മാറിയിരിക്കാൻ പറഞ്ഞാൽ അവൻ അതും കേൾക്കത്തില്ല. എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു എന്നാൽ ഫ്രണ്ടിനെ ഒന്ന് കിട്ടിക്കോട്ടെ. ഞാൻ ചോദിച്ചാൽ നിനക്ക് വേദനിച്ചില്ല? ഇല്ല. ഞാൻ പറഞ്ഞു നിന്നെ ഇവിടെ വീട്ടിൽ പ്രോളൊന്നും തൊട്ട ഉടനെ നീ റെസ്ലിംഗ് കളിക്കുമല്ലോ അവൻ്റെ അടുത്ത്. എന്നിട്ട് നീ ഇത്രയും നിനക്കിത് ഇങ്ങനെ ഒരു പാട് പോലെ വന്നിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലയോ? പിന്നെ അവൻ്റെ അപ്പനെ വിളിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞ് ഞാൻ ചോദിക്കാം മോൻ്റെ അടുത്ത്. എന്നിട്ട് പിറ്റേ ദിവസം ഇങ്ങോട്ട് മറുപടി ഇല്ല. 2 ദിവസം കഴിഞ്ഞ് റീച്ചാൽ, എന്നിട്ട് ഇവർക്ക് 3-4 ദിവസം സ്കൂൾ അവധിയായിരുന്നു. അപ്പോൾ പിന്നെ റീച്ചാൻ വിളിച്ചാൽ അവൾ പറഞ്ഞു അതേ അന്നേരം അയാൾക്ക് വീട്ടിൽ ചെന്നിട്ട് മനസ്സിലായി ആ ചെറുക്കൻ ചെയ്തെന്നുള്ളത്. അത് അവൻ്റെ കൈ ഇത്തിരി ഷാർപ്പാണ്. റീച്ചാൻ പറഞ്ഞു ഇനിയും ഒന്ന് സൂക്ഷിച്ചോളാം വന്ന്. ഇന്ന് പിന്നെ പോയി വേറെ സ്ഥലത്താണ് ഇരുന്നതെന്ന് പറയുന്നു. എന്നിട്ട് അവന്മാരെല്ലാം കൂടെ വിളിച്ചെന്ന് പറയുന്നു ഇങ്ങി വാന്ന്. ഞാൻ പറഞ്ഞു പോയി ഇരിക്കേണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് ആ ടൊമാറ്റോ ഉണ്ടല്ലേ അതുകൂടെ ഒന്ന് മിക്സിയിൽ ഞാൻ അരച്ചായിരുന്നു. അതുകൂടെ അത് ചേർത്തിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞുണ്ടേ നന്നായി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടേ നമ്മൾ കുക്കറിൽ വേവിച്ച് ഈ കടല ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പയർ ഇവൻ ചിന്തിക്കുന്നത് ഈ പിള്ളേർ കളിക്കുവാന്നാണ്. പക്ഷേ അവന്മാർ കളിക്കുമല്ല, ഇവനെ ഇങ്ങനെ പടലിയൊക്കെ താപ്പോട്ടാക്കിയിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. അവൻ്റെ ചിന്ത അവന്മാർ കളിപ്പിക്കുവാന്ന്. ഞാൻ പറഞ്ഞു ഇത് കളിപ്പീരല്ല, അവന്മാർ ഇവനെ എന്താ പറയുന്നത്, ചില പിള്ളേർക്കുണ്ടല്ലേ ചിലരെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്, ആ സ്വഭാവമാണ്. പക്ഷേ ഈ കൊച്ചു ചിന്തിക്കുന്നത് അവന്മാർ അത്, എന്നിട്ട് അവന്മാർ പറയും ഞങ്ങൾ കളിക്കുവാന്ന്. അപ്പോൾ ഈ കൊച്ചൻ ചിന്തിക്കുന്നത് അമ്മനെ കളിപ്പിക്കുവാന്നാണ്. അപ്പം ഞാനിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ, നിങ്ങൾക്കിത് വലിയ സ്പൂണായിട്ട് തോന്നും കേട്ടോ, കുഞ്ഞ് സ്പൂണായത് കേട്ടോ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം. എന്നിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് അരച്ചതിന് ശേഷം പിന്നെ ഞാൻ മാറ്റി വെച്ചില്ലേ പയർ, അതുകൂടെ ഇതിൻ്റെ അകത്തിട്ട് അരച്ചിട്ട് ഇത് ചേർക്കാം. അതേസമയം നിങ്ങൾക്ക് നല്ല എരിവായിട്ട് ചുമന്ന കളറിൽ ഇരിക്കുന്ന കറിയാണെങ്കിൽ ഇങ്ങനെ തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആ മുളക് പൊടി അങ്ങനെ മതി. അപ്പം ഞാനൊരു ഇച്ചിരി യെല്ലോ കളർ ഇത്തിരി വേറൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു. ഇത് ചപ്പാത്തിക്ക് നല്ല അടിപൊളി കൂട്ടാനാണ്. ചപ്പാത്തിക്കാകുമ്പോൾ ഇത്തിരി കുറുക്കി എടുക്കണം, ചാറായിട്ട് എടുക്കണ്ട. ഇതിപ്പം ഞാൻ ഇച്ചിരി ചോറിനോടൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ഒരു ഇച്ചിരി ഇതിപ്പം ചുമന്ന് ഇരിക്കുമല്ലേ, ഈ അരപ്പ് ചേർക്കുന്നുടനെ അതിൻ്റെ കളർ അങ്ങ് മാറും. അപ്പം നിങ്ങൾക്ക് ഈ രീതി മതിയെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഇത്തിരി കടുക് കൂടെ വറുത്ത് ചേർക്കാം, അങ്ങനെ നല്ലതാണ്. പിന്നെ ഇങ്ങനെ അരച്ച് ചേർത്താലും നല്ലതാണേ. അപ്പോൾ ഈ അരപ്പൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് ചെറുതായിട്ടൊരു കളർ വരും, ഈ റെഡ് കളർ അങ്ങ് മാറും. ഇത് കുറച്ച് നേരം നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നാൾ ഇച്ചിരി മീനിൻ്റെ തല മാറ്റി വെച്ചല്ലേ മസാല പുരട്ടി, അത് ഇന്ന് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട്
പിന്നെ അല്ലാത്ത മീനും ഉണ്ട്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് ഞാൻ ഈ തലയൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഈ കുഴിയൻ പാത്രം ആകുമ്പം ഈ തല ഇങ്ങനെ വലിച്ചിരുന്ന് മുങ്ങിക്കിടക്കും. അപ്പം നമുക്ക് പെട്ടെന്നത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതേ എണ്ണ ഞാൻ അത് അത്ര എണ്ണ ഇല്ലായിരുന്നു, പിന്നെ കുറച്ചുകൂടി ഇച്ചിരി ഒഴിച്ചിട്ട് ഈ ഗ്യാസ് ഉണ്ടല്ലേ ഒരു ഇച്ചിരി എവിടോ ആ ഗ്യാസിൻ്റെ എന്തോന്ന് എനിക്കറിയത്തില്ല, ഇത്തിരി ചരിഞ്ഞിരിക്കുക കണ്ടില്ലേ, ആ ഓയിലല്ല ഇവിടെ വന്ന് കിടക്കുന്നത്. അത് ഇനി പാൻ നമ്മളങ്ങോട്ട് ഇങ്ങനെ ആക്കുവാണെങ്കിൽ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു.